പീരിയഡ്സ് സമയം ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ വേദനകൾ. കാലിന് വേദന, വയറിന് വേദന, നടുവിന് വേദന, പുറത്തിന് വേദന, പുറംകട്ട് കഴപ്പ്, നടുവ് പൊട്ടിപ്പറഞ്ഞു പോകുന്ന വേദന, അവിടെ വേദന, ഇവിടെ വേദന, എഴുന്നേറ്റ് നിൽക്കാനും പറ്റിയേല, കിടക്കാനും പറ്റിയേല, കമ്മന്ന് കിടക്കണമെന്ന് തോന്നുമ്പോൾ നടുവിന് വേദന. അങ്ങനെ ബുദ്ധിമുട്ടുകൾ നമ്മളിങ്ങനെ സ്ത്രീകൾ അനുഭവിച്ച് അയ്യോ പറ്റിയേലേ. കുറേ നേരം കുണ്ടി കുത്തി ഞാൻ നിൽക്കും, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, ഒരു രക്ഷയില്ല കേട്ടോ. സഖി കെട്ട് കഴിയുമ്പോൾ ഞാനൊരു ചെറിയൊരു വിക്സും സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുറേയൊക്കെ നടുവിനും പുരട്ടും, കുറേയൊക്കെ വാടി വയറിലും ഇങ്ങനെ പുരട്ടി അങ്ങ് കൊടുക്കും കേട്ടോ. എങ്ങനെയാണെങ്കിലും കുറച്ച് നേരമൊക്കെ ആശ്വാസം കിട്ടും കേട്ടോ. എന്നാൽ ഒരു രക്ഷയില്ല. ഒരു രക്ഷ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. കാമന്ന് കിടക്കാനും പറ്റിയല്ല, ഒരിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ മറിയാനോ പറ്റിയല്ലാത്ത അവസ്ഥയിൽ കരഞ്ഞു പോകുന്ന അവസ്ഥ കേട്ടോ. കാരണം ഭയങ്കര അവസ്ഥകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് കിടക്കുക, ചത്തേ ചതഞ്ഞു എന്ന് പറഞ്ഞ പോലെ കേട്ടോ. പീരിയഡ്സിൻ്റെ വയറുവേദന വളരെ അസഹനീയമായിട്ടുള്ള വയറുവേദനയാണ്. അതിൻ്റെ വയറുവേദന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറ്റിയല്ലാത്ത സഹിക്കാൻ പറ്റില്ലാത്തൊരു സംഭവം കേട്ടോ. അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ പുറത്ത് ഈ പീരിയഡ്സിൻ്റെ ബ്ലഡ് പറ്റുമോ എന്നുള്ള പേടിയും ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്നിട്ട് നമുക്ക് എഴുന്നേറ്റ് പോകാനുള്ള ശക്തിയോ ഊരമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുക കേട്ടോ. ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ എങ്കിലും കൊണ്ട് തന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കടുക് റെസിപ്പി കേട്ടോ. ചട്ടിക്കകത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് കടുക് പൊട്ടണം കേട്ടോ. നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെള്ളം ഇട്ട് തിളപ്പിച്ച ശേഷം നമ്മൾ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും വയറുവേദന ഏകദേശം ശമിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, കുറേയൊക്കെ ശമിക്കുമായിരിക്കും, ചെറുതായിട്ടൊക്കെ ശമിക്കും കേട്ടോ. അപ്പം ഇത് തിളച്ച് കഴിയുമ്പം എടുത്തങ്ങോട്ട് കൂട്ടി അങ്ങ് കഴിഞ്ഞാൽ പുറകെ തന്നെ ആ വെള്ളം അതുപോലെ വയറയിലൊക്കെ അങ്ങ് പിടിക്കും കേട്ടോ. ചൂട് വെള്ളം പിടിക്കുമ്പോൾ നല്ല സുഖമാണ്. അതങ്ങനെ പിടിക്കുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. എവിടേക്കോ വല്ലാത്തൊരാശ്വാസം. കുറച്ച് നടുവിനും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ, നടുവിന് പുറകോട്ട് തിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് കുടിച്ച് തീർക്കും കേട്ടോ. വയറുവേദന അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുടിച്ച വെള്ളവും നമ്മൾ ഈ വയറ്റിലൊന്നും കഴിക്കാതെ പ്രശ്നങ്ങളായിട്ട് ഛർദിയായിട്ട് അങ്ങ് പോകും കേട്ടോ. കുറേ അങ്ങനെ ഛർദിച്ചും കളയും. അങ്ങനെ ഛർദിയായി തൂറ്റായി ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ വേദനകൾ കാരണം ഒന്നും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയില്ല. ആദ്യ സമയം നമ്മുടെ പാരസ്യത്തിലെ പീരീഡ്സ് ആയ പെണ്ണുങ്ങളെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തലമുടിയെല്ലാം പറപ്പിച്ച് ഓടുന്നു, ചാടുന്നു, മറിയുന്നു, ഡാൻസ് കളിക്കുന്നു, എന്തൊക്കെ കോലാഹലമല്ലേ കാണിക്കുന്നത്. ഇതൊക്കെ ഇവർക്ക് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു നമുക്കൊക്കെ തോന്നാറില്ല ഗൈസ്. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അവളാണെങ്കിൽ സ്റ്റെപ്പൊക്കെ നമുക്കൊന്നും സ്റ്റെപ്പിൻ്റെ ഒരു അടി പോലും പറ്റില്ല. പക്ഷെ പരസ്യത്തിലെ പെണ്ണുങ്ങൾക്ക് നല്ലപോലെ സ്റ്റെപ്പൊക്കെ ഓടി കയറാൻ പറ്റുന്നു, ചാടുന്നു, മറിയുന്നു, പിന്നെ എന്താ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു, എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നു, പിന്നെ സ്റ്റെപ്പൊക്കെ സ്പീഡ് ഓടി കയറുന്നു, പിന്നെ കാല് പൊക്കി ചാടുന്നു. അതുപോലെ തന്നെ നൈറ്റ് ഫുള്ള് എന്താ പറയുക കിടന്നുറങ്ങുന്നു, പാടുമാറ്റാതെ കിടന്നുറങ്ങുന്നു. അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, എക്സ്ട്രായുടെ കാണിക്കുന്നു, പല രീതിയിലുള്ളത് കാണിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു കാര്യമില്ലാതെ കനമുള്ള സാധനങ്ങൾ എടുത്ത് പൊക്കി കാണിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് പരസ്യത്തിലെ പെണ്ണുങ്ങൾ ഓരോ കേസുകൾ അങ്ങോട്ട് കാണിക്കുകയാണെന്നല്ല. വളരെ സിമ്പിളാണ്. പീരിയഡ്സ് ആയിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് സിമ്പിളാന്നുള്ള രീതിയിൽ എല്ലാം ഇങ്ങനെ കാണിക്കുന്നു. അതിനകത്ത് പെണ്ണ് ഡ്രം എടുത്ത് പൊക്കുന്നു, അങ്ങോട്ട് മറിക്കുന്നു, ഇങ്ങോട്ട് മറിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. അതിനുശേഷം ഇതെന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. ഇതേ സമയം നമ്മൾ എന്തെടുക്കുമായിരിക്കും, തലയും കുത്തി കിടക്കുന്ന സമയത്താണ് ഇവൾക്ക് പീരിയഡ്സ് ആയിരിക്കുമ്പോൾ ഈ പരസ്യത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇവളൊക്കെ ഒറിജിനലി വീട്ടിൽ കാണിക്കുന്നത് ചിലപ്പം ഇതൊക്കെ തന്നെ ആയിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ അവരെടുത്ത് വെക്കുന്നു. ഒരു സാധനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വയറുവേദന എന്ന് പറഞ്ഞ സാധനം ഇവരുടെ ജീവിതത്തിലില്ല. പണികളെല്ലാം തേരുന്ന് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓടുന്നു, നല്ല സ്പീഡിൽ ഓടി വന്ന് കാലെല്ലാം പൊക്കി ഓടിച്ചാടി അങ്ങോട്ട് മറിയുന്നു. പിന്നെ സ്റ്റെപ്പ് നല്ല സ്പീഡിൽ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് താഴെ വരെ പോകുന്നു. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന മുഖം, വളരെ പ്ലേസൻ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫാഷൻ ഷോയൊക്കെ കാണിച്ച് നല്ല അടിപൊളിയായിട്ട് അവളങ്ങോട്ട് നടന്നങ്ങോട്ട് പോകുന്നു. ഇതാണ്